ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ ചിന്തിച്ച ശിമയോനിൽ നിന്ന് വേണം ഇന്ന് പുതിയൊരു സ്ഥലത്തേക്ക്, 6ാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ. നമ്മളിവിടെ വെച്ചും ഒരു പ്രത്യേക സ്പെഷ്യൽ പേഴ്സണാലിറ്റി കണ്ടുമുട്ടുന്നുണ്ട്. വെറോനിക്കയാണ്, ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ വരുന്ന വെറോനിക്ക. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുരിശിൻ്റെ വഴിയുടെ ഈ 6ാം സ്ഥലം നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയാണ്. മറ്റ് ചുറ്റും നിൽക്കുന്നവരെ ഒന്നും ശ്രദ്ധിക്കാതെ ആളുകൾ എന്തും പറയട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ ആപ്തവാക്യം ജീവിതത്തിൽ ഇങ്ങനെ പ്രാവർത്തികമാക്കിയിട്ടാണ് വെറോനിക്ക മുമ്പോട്ട് കടന്നു വരിക, ഈശോയുടെ തിരുമുഖം തുടയ്ക്കുക. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മളിതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഈശോ അവൾക്ക് കൊടുത്തൊരു സമ്മാനം, ഈശോയുടെ തിരുമുഖം ആ ഒരു തുവാലയിൽ ഈശോ ദർശനീയമാക്കി എന്നാണ് നമ്മൾ പിന്നീട് വായിക്കുക. സംഭവിച്ചത് എന്തോ ആവട്ടെ, വെറോനിക്ക ആരുമാവട്ടെ, ഒരു തുവാല ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്ന വെറോനിക്കമാർ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ, ഇന്നലെ ശിമയോനെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു തുവാലയുമായിട്ടൊക്കെ നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആ തുവാല എന്താണെന്നറിയോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. എത്രയോ തവണ കണ്ണ് നിറഞ്ഞപ്പോൾ, എത്രയോ തവണ വേർത്തപ്പോൾ, എത്രയോ തവണ ടെൻഷൻ അടിച്ചപ്പോൾ, എത്രയോ തവണ മടുത്തു പോയപ്പോൾ, മതിയെന്നൊക്കെ തോന്നിപ്പോയപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു തുവാലയുമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് വന്ന ഒത്തിരി ആൾക്കാരില്ലേ? ഒരു വൈദികനായിരിക്കാം, ഒരു സന്യസ്തയായിരിക്കാം, ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, കുഞ്ഞു മകനായിരിക്കാം, അമ്മ സാരമില്ല അപ്പ കരയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിഞ്ചു പൈതലായിരിക്കാം. എവിടെയൊക്കെയോ ഇങ്ങനെ വെറോനിക്കയുടെ തുവാലയുമായിട്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം ഓർത്ത് നന്ദി പറയുക മാത്രമല്ല, ശിമയോനെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ ലെറ്റ് us be a towel, let us be a kerchief. ഒരുപാട് ആളുകളുടെ, അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും മുഖം തുടയ്ക്കാൻ, കണ്ണുനീര് തുടയ്ക്കാൻ പറ്റുന്ന ഒരു തുവാലയായിട്ട് തീരണം. എവിടെയോ വായിച്ചതുപോലെ അങ്ങനെ ഒരു തുവാല ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ തുവാല നമ്മുടെ കരങ്ങൾ തന്നെയാണ്. ഈ കരങ്ങൾക്ക് ഒരുപാട് പേരുടെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റുന്ന തുവാലയായിട്ട് മാറാൻ പറ്റും. അപ്പുറം നിൽക്കുന്നയാൾ, അപ്പുറത്തെ മുറിയിലുള്ളയാൾ, തൊട്ടപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്നയാൾ, ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ചൂട് പറ്റി കിടക്കുന്ന ഒരാൾ, അറിയില്ല അയാളുടെ നെഞ്ച് കലങ്ങുന്നുണ്ടോ, കണ്ണുനീര് ഒഴുകുന്നുണ്ടോ, ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് കിടക്കുന്നതിന് മുമ്പ് അടുത്തങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി ചെവി നനയുന്നുണ്ടാകാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയില്ലായിരിക്കും. അവരവരുടേതായ യുദ്ധങ്ങളിലൂടെയൊക്കെ, സംഘർഷങ്ങളിലൂടെയൊക്കെ, വേദനകളിലൂടെയൊക്കെ കടന്നു പോകാതിരിക്കാം. അവരിനി അതിന് കാരണം പറഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരിക്കാം. ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെറോനിക്കയെ പോലൊരു തുവാലയായിട്ട് അവിടെ നിൽക്കുക. അവരുടെ കണ്ണുനീരൊന്ന് തുടച്ചു കൊടുക്കാൻ പറ്റുന്നൊരു തുവാലയായിട്ട് 2 കൈകൾ അവിടെ ഉണ്ട്. സാരമില്ലെന്ന് പറയുക, കവിളൊന്ന് തുടച്ചു കൊടുക്കുക, ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക. ആ ഉമ്മയിലൂടെ, ആ ചുംബനത്തിലൂടെ ഈശോ ഇപ്പോഴും ഇവിടെ തന്നെയൊക്കെ ഉണ്ടെന്ന് ആ കരയുന്ന ആക്കൊന്ന് മനസ്സിലാവട്ടെ. അവർക്കും കുരിശിൻ്റെ വഴികൾ നടക്കാനുണ്ട്, നിനക്കുള്ളതുപോലെ. നീ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തുവാല ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിലെന്ന്, ഒരു വെറോനിക്കായോ ഒരു ശിമയോനോ വഴിയിൽ വെച്ച് എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിലെന്ന്. നമ്മുടെ ചലഞ്ച്, ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചലഞ്ച് ആശ്വാസം കിട്ടുക എന്നുള്ളതല്ല, ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ആശ്വാസം നമുക്ക് തരുന്ന ഈശോ, ആശ്വാസം കൊടുക്കുന്ന ഒരു ഈശോയെപ്പോലെ, കുരിശെടുത്ത് നടക്കുന്ന ശിമയോനെ പോലെ, കണ്ണുനീര് തുടച്ച് മുഖമൊന്നൊപ്പാൻ പറ്റുന്ന വെറോനിക്കയെ പോലെ ഒക്കെ ആയിത്തീരാനാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ നന്മയും ഒരു ചലഞ്ചും ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റി തെളിയുന്നതും ഒക്കെ അവിടെ വെച്ചാണ്. നമുക്കത് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങുക, ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കുക. ഈശോയെ എനിക്കൊരു കൃപ തരണേന്ന് പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലും ഒക്കെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റുന്ന ഒരു തുവാലയായി മാറാൻ എൻ്റെ ജീവിതത്തെ നീ ധന്യമാക്കണേന്ന് പ്രാർത്ഥിക്കാം. ഓർമ്മിക്കാൻ ചിലപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നും. ഓഫ് കോഴ്സ് പലരുടെയും കണ്ണുനീരൊക്കെ നിങ്ങൾ തുടച്ചിട്ടുണ്ട്, പലരുടെയും ജീവിതത്തിൽ തുവാലയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒന്നും അവർ ഓർക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ണുനീര് തുടച്ചവർ, നിങ്ങൾ വഴിയിൽ വെച്ച് കുരിശ് താങ്ങിയവർ ഒന്നും ചിലപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ടാവും. പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ ആ തുവാലയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഹി ഹാസ് സീൻ എവരിതിങ്. നീ അയാളെ സഹായിച്ചതും നീ അയാളുടെ കണ്ണുനീര് തുടച്ചതും ഒക്കെ കുഞ്ഞെ ഈശോ കണ്ടിട്ടുണ്ട്. വെറോനിക്കയുടെ തുവാലയിൽ ഈശോ തൻ്റെ തിരുമുഖം ദർശനീയമാക്കിയതുപോലെ നിൻ്റെ ജീവിതത്തിനും ഈശോയുടെ ഫേസ്, ഈശോയുടെ മുഖം ഉണ്ട്. നിന്നെ കണ്ടാൽ ആരൊക്കെയോ ഈശോയെ ഓർക്കുന്നുണ്ട്. ഓർക്കാൻ സാധിക്കട്ടെ. ശാന്തമായിട്ട് കടന്നുറങ്ങുക. ഈശോയുടെ കുരിശ് നിങ്ങൾക്ക് ശക്തിയായിട്ട് ഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.